ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ആവിയിലൊക്കെ വേവിച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂണ് ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത്, സാധാ വെള്ളമാണ് കേട്ടോ, ചുടുവെള്ളമൊന്നും അല്ല എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ. ചുടുവെള്ളമാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. ഞാൻ സാധാ വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ആവിയിലൊക്കെ വേവിക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ചുടുവെള്ളം ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. അപ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കൈ കൊണ്ട് പ്രസ് ചെയ്ത് മിക്സ് ചെയ്യുമ്പോഴാണ് തേങ്ങയിലോട്ട് ഈ ശർക്കര നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചപ്പാത്തി നന്നായിട്ട് പരത്തിയെടുക്കുക. ചപ്പാത്തിനെ ഞാൻ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതാക്കി പരത്തിയെടുക്കുക കേട്ടോ. അതിനായിട്ട് കുറച്ച് മൈദപ്പൊടി തൂക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെറുതാക്കി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു വാഴൻ്റെലേൻ്റെ കഷ്ണം എടുത്തിട്ട് അതിൽ ജസ്റ്റ് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി ഇതിലേക്ക് വെക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡ് മടക്കുക കേട്ടോ. എന്നിട്ട് മടക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വാഴൻ്റെല നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇനി നമുക്കിത് ആവിയിൽ ഒരു 20 മിനിറ്റ് വേവിക്കുക കേട്ടോ. ഇങ്ങനെ ബാക്കിയുള്ള മുഴുവനും ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെച്ച് നമ്മൾ ആവിയിൽ വേവിക്കുകയാണ്. ആവിയിൽ വേവിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പം നമ്മളൊരു 20 മിനിറ്റ് വേവിച്ച് വെക്കുക. ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള അടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള സൂപ്പറായിട്ടുള്ള അടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ എണ്ണയിലൊക്കെ വറുത്തതിനേക്കാളും ടേസ്റ്റാണ് ഈ ആവിയിൽ വേവിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.